മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കു അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ വലിയ ഒരു ഔദാര്യമായി തിക്കറ്, അള്ളാഹുരെ തൗഫീഖ് തിക്കറ്. പുതിയ ഒരു ഹിജ്റ വർഷത്തിക്ക് ഞങ്ങ പ്രവേശിച്ചിറ. ഞങ്ങ ചിന്തിക്കണായത് കഴിഞ്ഞതായ ഒരു വർഷ ഞങ്ങളെ ആയുസ് അള്ളാഹു ഞങ്ങൾക്ക് തന്നതായ വലിയ ഒരു അനുഗ്രഹമായി തിക്കറ്. ഞങ്ങളെ അജല് ആയുസ് ഒരു സെക്കൻഡ് പോലും ഒരാൾക്കും തറകു സാധ്യയില്ലാത്തതായ അള്ളാഹുരെ വലിയ ഔദാര്യമായി തിക്കറ് ഞങ്ങളെ അജല് ആയുസ്. ഈ ആയുസിരെ കഴിഞ്ഞ നാളില് ഞങ്ങൾ എന്ത് ഗവേനായിട്ട് ചെലവാക്കിയ അള്ളാഹു തൃപ്തിപ്പെട്ടതായ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ നിലക്ക് ഞങ്ങളെ ആരോഗ്യത്തിരെയും ഞങ്ങളെ സമയത്തിരെയും അള്ളാഹു ഞങ്ങൾക്ക് തന്നതായ സമ്പത്തിരെയും ഞങ്ങൾക്ക് ചെലവാക്കു ഉപയോഗാക്കു സാധിച്ചിര ചിലർ ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ സ്വാലിഹീങ്ങ ഞങ്ങളെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കു അങ്ങ് ഓരോരോ ഹിജ്റ വർഷത്തിരെയും കഴിഞ്ഞുപോയ നാളില് നിന്റെ ഇബാദത്തും നിന്റെ കർമ്മവും നിന്റെ സമയവും അള്ളാഹുക്ക് ചെലവാക്കിയത് കൊറടി എത്തിക്കറ്. ഈ വർഷ റബ്ബു തന്നത് അള്ളാഹുരെ വലിയ തൗഫീഖ് എത്തിക്കറ്. അതുകൊണ്ടു ജീവിതത്തിൽ കഴിഞ്ഞു പോണ്ടതായ ഒരു സെക്കൻഡ് പോലും ഞാൻ നിഷ്ഫലമാക്കല വേസ്റ്റാക്കല ചെന്നതായ ഉദ്ദേശത്തിൽ സദാസമയ അള്ളാഹുരെ പേടിച്ചിട്ട് തക്കുവലു അങ്ങനെ ജീവന മുന്നിൽ കൊണ്ടുപോയിറാർ. അവിടെ ഇത്തുപേനു ഞങ്ങൾ ചിന്തിക്കണായത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ 3-ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലെ 177 പിന്നെ ഉള്ളതായ ആയത്ത് നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുക, ഇന്നല്ലദീന ഇസ്തറഉൽ കുഫ്റ ബിൽ ഈമാൻ. ഖണ്ഡിതമായിട്ടും ഒരു വിഭാഗ ആൾമാർ അങ്ങനെ അവസ്ഥ എന്തിനെ ചെന്നിട്ടെങ്കിൽ അങ്ങ ഇസ്തറഉൽ കുഫ്റ ബിൽ ഈമാൻ, ഈമാനുക്ക് ബദലായിട്ട് കുഫുറെ സത്യനിഷേധത്തുറങ്ങ ബലക്കെടുക്കാർ. ഈമാന്റെ മാർഗം അള്ളാഹു ഈസിയാക്കിട്ട് തന്നറ, അത് സുലഭമായിത്തിക്കറ്. സിറാത്തുൽ മുസ്തഖീമര മാർഗം അള്ളാഹു സുലഭമാക്കിയിട്ട് തന്നറ. എല്ലാ ദൃഷ്ടാന്തവും ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കുള്ളതായ എല്ലവും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ട് വ്യവസ്ഥപ്പെടുത്തിട്ട് അള്ളാഹുര മറന്നിട്ട് അള്ളാഹുര ദീനര മറന്നിട്ട് അല്ല കൊടുത്തതായ ആരോഗ്യത്തിനെ മറന്നിട്ട് അല്ല കൊടുത്തതായ സമ്പത്തിനെ മറന്നിട്ട് അല്ല കൊടുത്തതായ സമയത്തിനെ മറന്നിട്ട് അഹങ്കാരത്തില് അള്ളാഹുര മതി മറന്നിട്ട് ജീവിക്കുന്നതായ ആൾമാർ ഖണ്ഡിതമായും അങ്ങ ഈമാനുക്ക് ബദലായിട്ട് കുഫുറെ ബലക്കെടുക്കുന്നതായ ആൾമാർ എത്തിക്കാർ. അങ്ങനെ വിഷയത്തിൽ അള്ളാഹു തആല ചെല്ലുന്നത് നോക്കൂ, ലൻ യളുറുല്ലാഹ ശൈഅൻ വലഹും അദാബുൻ അലീം. ഖണ്ഡിതമായും അങ്ങ അള്ളാഹുക്ക് ഒരു ഉപദ്രവാക്കില്ലേ. അള്ളാഹു അങ്ങ് ഏറ്റവും കഠിനമായിട്ടുള്ളതായ നമ്പല ഉള്ളതായ ശക്തമായിട്ടുള്ളതായ പനിഷ്മെന്റ് അദാബ് അള്ളാഹു കൊടുക്കുക. അള്ളാഹുക്ക് ഒരു ഉപദ്രവമാക്കില്ല ചെന്നിട്ടെങ്കിൽ അള്ളാഹുരെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കു അള്ളാഹുരെ ആധിപത്യത്തിക്ക് അള്ളാഹുരെ അധികാരത്തിക്ക് അള്ളാഹുരെ സ്ഥാനത്തിക്ക് അല്പ പോലും കൊറടി ബണ്ടില്ലേ. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളുടെയും 7 ഭൂമിരെയും എല്ലാത്തിരെയും രാജാധികാര
ರಾಜಾಧಿಪತ್ಯ ಅದು ಅಲ್ಲಾಹುಗೆ ಇಚ್ಚಿಕಿರ್. ವಲ್ಲಾಹು ಅಲಾ ಕುಲ್ಲಿ ಶೈಇನ್ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിലും ആവതുള്ളവനായിട്ടിക്കിറ. ഇനി ലോകത്തിൻ്റെതായ സർവ മനുഷ്യരും അള്ളാഹുക്ക് നന്ദികേട് കാണിച്ചിട്ടെങ്കിൽ, കുഫറിൽ ജീവിച്ചിട്ടെങ്കിൽ, അള്ളാഹുരെ മറന്നിട്ട് ജീവിച്ചിട്ടെങ്കിൽ, അള്ളാഹുരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കു അള്ളാഹുക്ക് എന്തും സംഭവിക്കുക പോണ്ടില്ലേ. ചില ആൾമാർ അങ്ങനെ മനസ്സിലാക്കി അങ്ങ് ഉള്ളാറ്. നിസ്കരിക്കുന്നത് ആർഗാബേനായിട്ട്, നിസ്കരിച്ചില്ലേണ്ടെങ്കിൽ എന്തിനെ ചെല്ലുവാർ, ജമാഅത്തിക്ക് പോയില്ലേണ്ടെങ്കിൽ എന്തിനെ ചെല്ലുവാർ, നോമ്പെടുത്തില്ലെങ്കിൽ എന്തിനെ ചെല്ലുവാർ, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്തിനെ ചെല്ലുവാർ, ഇത്തര സമ്പത്തിന്നിട്ടും മുതലിന്നിട്ടും ഹജ്ജിക്ക് പോയില്ലെങ്കിൽ ഉംറത്തിക്ക് പോയില്ലെങ്കിൽ എന്തിനെ ചെല്ലുവാർ, ഇത്ര ഇന്നിട്ടും ഒരു തെല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ദാനധർമ്മ ആയിക്കില്ലെങ്കിൽ എന്തിനെ ചെല്ലുവാർ. ആരമാ തൃപ്തിപ്പെടുത്തുക വേനായിട്ട്, ആരമാ മനസ്സ് സമാധാനത്തുക വേനായിട്ട്, ആരമാ കയ്യടി കിട്ടുക വേനായിട്ട്, ആരമാ പേര് കിട്ടുക വേനായിട്ട് സമയത്തിരെയും ആരോഗ്യത്തിരെയും കർമ്മത്തിരെയും ചെലവാക്കുന്നതായ ആൾമാരുള്ളാർ. പരലോകത്തുക്ക് എത്തുമ്പോഴത്തേക്കു ഇതെല്ലാം ശൂന്യമായിട്ടിക്കറ്. അള്ളാഹുരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കു ലോകത്തിൻ്റെതായ സർവരും നന്ദികേട് കാണിച്ചിട്ടെങ്കിൽ അള്ളാഹുക്ക് എന്താവും പോണ്ടില്ലേ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലിലൊട്ടിಗೆ ചെന്നതായ ഒരു ഫലക്കമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പവിത്രമായിട്ടുള്ളതായ ഖുർആൻ 14-ാമത്തെ അധ്യായ സൂറത്ത് ഇബ്രാഹിമിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ചൊല്ലുക എന്തായിട്ടിക്കರು. മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേൽ ചെല്ലുന്നതായ ആ വലിയ കൗമരൊട്ടിಗೆ സമുദായത്തിരൊട്ടിಗೆ മൂസാ നബി അലൈഹിസ്സലാം ചെന്നതായ ഒരു ഫലക്കമുണ്ട്. വഖാല മൂസാ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. വഖാല മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് തൻ്റെ കൗമരൊട്ടിಗೆ ബനി ഇസ്രായേലിനൊട്ടിಗೆ ഇൻ തക്ഫുറു അൻതും, നിങ്ങൾ അള്ളാഹുക്ക് നന്ദികേട് കാണിച്ചിട്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുരെ മറന്നിട്ട് ജീവിച്ചിട്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുല് വിശ്വസിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഇബാദത്ത് എടുത്തില്ലെങ്കിൽ, നിങ്ങൾ ബുടരു വമൻ ഫിൽ അർളി ജമീഅ, അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതായ, ഈ ഭൂമിയിൽ പടച്ച റബ്ബ് പടച്ചതായ സർവ്വതും അള്ളാഹുക്ക് നന്ദികേട് കാട്ടിയിട്ടെങ്കിൽ നിങ്ങൾ ബുടരു. ഈ ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹു എന്തിനെല്ലാം പടച്ചിറാന, എന്തിനെല്ലാം റബ്ബ് സൃഷ്ടിച്ചിറാന, അതെല്ലാം അള്ളാഹുക്ക് നന്ദികേട് കാണിച്ചിട്ടെങ്കിൽ അള്ളാഹുരെ സംബന്ധിച്ചോളം അള്ളാഹുക്ക് എന്തും ആവുക പോണ്ടില്ലേ. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. ഖണ്ഡിതമായും അള്ളാഹു ഗനിയായിട്ടിക്കറ, അള്ളാഹു ഐശ്വര്യമുള്ളവനായിട്ടിക്കറ. ഹമീദ് സർവതും സ്തുതിக்கிறതായിട്ടിക്കറ. അള്ളാഹുരെ എല്ലാ സ്തുതിക്കും അർഹതപ്പെട്ടവനായിട്ടിക്കറ പടച്ച റബ്ബ്. മനുഷ്യന്മാർ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, മലായികത്തിങ്ങ മാത്രമല്ല, അള്ളാഹുര് സൃഷ്ടിച്ചതായ സകലവും, ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലവും അള്ളാഹുരെ സ്തുതിക്കറ്. അള്ളാഹുക്ക് തസ്ബീഹ് ചെല്ലറ്, അള്ളാഹുരെ സ്മരണയാക്കറ്. അള്ളാഹു ഖുർആനിൽ ചെന്നതെത്തിക്കറ്, അള്ളാഹു ഗനിയെത്തിക്കറ. അപ്പം ഞങ്ങൾ ചിന്തിക്കണത് അള്ളാഹു തന്നതായ ആരോഗ്യം ചെല്ലുന്നത് ഇത് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുക സാധ്യയില്ല. ഇന്നാൽ തോളം ആരോഗ്യത്തിൽ ഇന്ന് നല്ല ഹെൽത്തിയായി ചിന്നതായ മനുഷ്യന്മാർ എത്ര ആൾമാർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ICUയിൽ മരണത്തിനെ പ്രതീക്ഷിച്ചിട്ടുള്ളാർ. ഇന്നാൽ തോളം യൗവനത്തിൽ ആരോഗ്യത്തിൽ ഇന്ന ആൾമാർ, ഓടിക്കൊണ്ടിരുന്ന ആൾമാർ, കളിച്ചുകൊണ്ടിരുന്നതായ ആൾമാർ ഉണ്ടെങ്കിൽ ഡോക്ടർമാർ 48 ഗಂಟೆ ടൈം കൊടുത്തിരാറ്, 24 ഗಂಟೆ ടൈം കൊടുത്തിരാറ്, അല്ലെങ്കിൽ 2-4-3 സമയം കൊടുത്തിരാറ്. ഈ ആരോഗ്യ ചെല്ലുന്നത് ഏത് സമയത്തും ഇതേപോലെ നിലനിൽക്കും ചെല്ലകൂ ഞങ്ങൾക്ക് സാധ്യയില്ല സഹോദരന്മാരെ. അതുകൊണ്ട് പുതിയ ഒരു ഹിജ്റ വർഷത്തിൽ ഞങ്ങൾ കടക്കുമ്പോൾ ഇണ്ട്
മുഹറമരെ ആശുറായിരെ 10ാമത്തെ നോമ്പ് പിടിച്ചതായ ആൽമാരിക്വാർ ഞങ്ങൾ ചിന്തിക്കണായത് പുതിയ ഒരു പരിവർത്തന ഞങ്ങളെ ജീവനത്തിൽ വേണം. എല്ലാ വിഷയത്തിലും, ഞങ്ങളെ വിശ്വാസത്തിലും, ഞങ്ങളെ കർമ്മത്തിലും, ഞങ്ങളെ കുടുംബ ജീവനത്തിലും, ഞങ്ങളെ കച്ചവടത്തിലും, ഞങ്ങളെ ഡ്യൂട്ടിയിലും, ഞങ്ങളെ വൈവാഹിക ജീവനത്തിലും, അതേപോലെ ഞങ്ങളെ പരസ്പര ഉള്ളതായ സാഹോദര്യ ബന്ധത്തിലും, ആദർശ ബന്ധത്തിലും, എല്ലാത്തിലും ഒരു പരിവർത്തന കയറ്റിക്കരെ റബ്ബു ഞങ്ങൾക്ക് ഒന്നും കൂടി അനുഗ്രഹിച്ചത്. ഇങ്ങനെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ആയുസ്സിനെ ദുരുപയോഗപ്പെടുത്തുന്നതായ ആൾമാർ അങ്ങ് എത്ര വലിയതായ നഷ്ടത്തിലയച്ചിക്കാർ, എത്ര വലിയതായ പരാജയത്തിലയച്ചിക്കാർ. അല്ലാഹു അങ്ങളെ വിഷയത്തിൽ ഖുർആനിൽ ചിലർ നിങ്ങൾ നോക്കൂ, 3ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലെ 178ാമത്തെ ആയത്ത് അല്ലാഹു ചൊല്ലുന്നത്, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ വലഹും അദാബും മുഹീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായിട്ടുള്ളതായ താക്കീത് എത്തിക്കുന്ന റബ്ബു ചണ്ടത്. ഞങ്ങൾ പല സന്ദർഭത്തിലും വിചാരിച്ചിരാ, നാണ് നല്ല ആരോഗ്യത്തിലുള്ള, നാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള, തിങ്കൾ ഓർക്ക അല്ലെങ്കിൽ 6 തിങ്കൾ ഓർക്ക അല്ലെങ്കിൽ വർഷത്തിൽ ഓർക്ക നാണ് കംപ്ലീറ്റ് എൻ്റെ ബോഡി ബോഡി കംപ്ലീറ്റ് ചെക്കപ്പ് ആയിക്കൊണ്ടുള്ള എൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആയിട്ടിക്കര്, എന്തും നക്ക് ബുദ്ധിമുട്ടില്ല. സഹോദരന്മാരെ, അല്ലാഹുരെ മറന്നിട്ട് സൃഷ്ടിച്ചതായ പടച്ചറബുരെ മറന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോണ്ടതായ ഞങ്ങളെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അത് നഷ്ടത്തിലെത്തിക്കറ. അല്ലാഹ് ചൊല്ലറ, വലാ യഹ്സബന്നല്ലദീന കഫറു, അസത്യത്തിലുള്ളതായ സത്യനിഷേധിയായിട്ടുള്ളതായ ആൽമാർ, സത്യത്തിന് എതിരായിട്ട് ജീവിക്കുന്നതായ പ്രവർത്തിക്കുന്നതായ ആൽമാർ, അങ്ങെല്ലാവും സത്യനിഷേധികളായിട്ടുള്ള ആൽമാർ എത്തിക്കാർ. അങ്ങനെ കുറിച്ച് തെറ്റിക്കർ അല്ലാഹ് ചൊല്ലത്, ഒരിക്കലും അങ്ങ് ബിയരിച്ചു പോയിരണ്ട. അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, അങ്ങനെ ആയുസ്സിരനങ്ങ് നീട്ടിക്കൊടുത്തത് അതങ്ങ് ബെറ്റർ ആയിത്തിക്കര്, ഹൈറായിത്തിക്കര്. അങ്ങനെ സ്വന്തം നഫ്സുക അത് ഹൈറ് ചെന്തങ്ങ് ബിയരിക്കണ്ട. ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ലേ? അല്ലാഹുരെ പേടിച്ചിട്ട് ഇബാദത്തെടുത്തിട്ട് യഥാർത്ഥ മുഅ്മിനായിട്ട് മുവഹിദായിട്ട് ജീവിക്കുന്നതായ ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാളെ ജീവിതത്തിൽ കഴിഞ്ഞു പോകേണ്ടതായ ഒരു സെക്കൻഡ് പോലും ബലപ്പെട്ടതായിട്ടിക്കറ്. അത് അയാൾക്ക് റബ്ബ് കൊടുത്തതായ നിഅമത്തായിട്ടിക്കറ്. അയാൾ പ്രഭാതത്തിൽ നിന്ന് ബെഡിൽ നിന്ന് എണീക്കുന്നത് അല്ലാഹു ശുക്റാക്കിത്ത്, അല്ലാഹുരെ നനപ്പാക്കിത്ത്, അല്ലാഹുരെ സ്തുതിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിക്കായിത്തിക്കർ റബ്ബേ. അല്ലദീ, നീ അങ്ങനത്തെ റബ്ബായിത്തിക്കർ, അഹ്യാന ബഅദമാ അമാതന, വറക്ക് ചെൽറതായ ഈ ഒരു ചെറിയ മരണത്തിൽ നിന്ന് വീണ്ടും തന്നെ നീ ഹയാത്താക്കിയ എത്ര ആൾമാർ ജാവുകു കിടന്ന ആൾമാർ സ്വബൈകി എണിച്ചിട്ടില്ല. എത്ര മരണ വാർത്ത ഇത്തിക്കറി കേട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മരണ ചെൽറതായ വർക്കിൽ നിന്ന് വീണ്ടും ഓപ്പസ് തന്നെ നീ ഹയാത്താക്കിയ റബ്ബേ. വഇലൈഹിൻ നുശൂർ, നിക്കൈത്തിക്കറ് നന്റെ മടക്ക, നിനക്കൈത്തിക്കറ് നന്റെ മടക്ക. അല്ലാഹുരെ നനപ്പാക്കിത്ത്, അല്ലാഹുരെ സ്തുതിച്ചിട്ടൈത്തിക്കറ് അങ്ങ് ബെഡിൽ നിന്ന് എണിക്കരുത്. പിന്നെ അങ്ങ് അല്ലാഹുരെ നനപ്പാക്കിത്ത് ജീവിക്കുമ്പോഴത്തേക്കു അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു പോകേണ്ടതായ സമയ ചെല്ലത് അല്ല കൊടുത്ത നിഅമത്തൈത്തിക്കറ്. അല്ല തന്ന സമയത്തിന് ബല കൊന്തില്ല മാറ്. അതേപോലെ അതിരെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾമാർ വെറുതെയും അനാവശ്യമായ നിലയ്ക്ക് ചിരിച്ചിട്ടും കളിച്ചിട്ടും
അനിസ്ലാമികമായിട്ടുള്ള കാര്യത്തിലും ചട്ടുവട്ടിക്കലും മാത്ര സമയം ചെലവാക്കുന്നതായ ആൾമാർക്കുള്ള താക്കീതൈത്തിക്രി ആയത് അങ്ങ് ഒരിക്കലും വിചാരിക്കണ്ട അന്നമാനും ലീലവും ഖൈറുൻ ലിഅൻഫുസിഹിം അങ്ങനെ ആയുസ് നീണ്ടുപോയത് അല്ലെങ്കിൽ ഒരു നാള് നീണ്ടുപോയത് അങ്ങനെ നഫ്സിക്ക് തടികത് ബെറ്റർ ചെന്തങ്ങ ഒരിക്കലും വിചാരിക്കണ്ട. ഇന്നമാനും ലീലവും ലിയസ്ദാദു ഇസ്മ അല്ലാഹു തആല சொல்றது കണ്ടിതമായും അതിലൊരു സംശയമേ ഇല്ല, ഒരു ശക്കേ ഇല്ല, ഒരു ഡൗട്ടേ ഇല്ല. അങ്ങനെ ആയുസ് യാറാവുന്നത് പോലെ അങ്ങ് സമയത്തിന് ചെലവാക്കുന്നത് പോലെ ലിയസ്ദാദു ഇസ്മ അങ്ങനെ ദോഷ യാറായുണ്ട്. മലായികത്ത് ക്ലിപ്തമായിട്ട് അത് രേഖപ്പെടുത്തിയുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു രേഖപ്പെടുത്തുക ഏൽപ്പിച്ചതായ മലായികത്ത് അത് രേഖപ്പെടുത്താതെ അങ്ങനെ കിതാബിൽ അത് എഴുതി വെക്കാതെ നിന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും നിക്ക് ഉച്ചരിക്കുക സാധ്യമല്ല ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുമ്പത്തുകോ ഹിജ്റ വർഷനങ്ങ കണക്ക് കൂട്ടത് എപ്പ എത്തിക്കര് നാലാവത്തൊരു മങ്ങില ഇന്നെങ്കിൽ അതും ചില ആൾമാർക്ക് നെനപ്പില്ല. ഉസ്താദിക്ക് വിളിച്ചിട്ട് കേക്കര് ഇത് ഏത് ഹിജ്റ എത്തിക്കര് എത്ര എത്തിക്കര് മാത അത്രത്തോളം ആൾമാർ അശ്രദ്ധൽ ഗഫ്ലത്തിൽ ജീവിക്കാർ. സമയത്തിന് ഒരു ബലമേ ഗൊന്തില്ല. എത്രത്തോളം നിങ്ങൾ നോക്കോറ്, എത്രത്തോളം ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങ ഒരു നാളും മറക്കാതെ ജീവിക്കണായതല്ലേ ഹിജ്റ ചെല്ലുന്നത്. എപ്പോഴും നെനപ്പാക്കണായതല്ലേ. ഞങ്ങൾ എപ്പോൾ നെനപ്പാക്കരേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പറഞ്ഞു മങ്ങിലത്തേക്ക് നാള് വെക്കോണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിക്ക് വേനായിട്ട് ഞങ്ങ തയ്യാറാകുമ്പോഴത്തേക്കോ അപ്പ ഏത് തിങ്കളായിത്തിക്കര് മുഹറമ സഫറ റബിയുൽ അവ്വല റബിയുൽ ആഖിറ എത്ര ഇത്തിക്കര് മാത അതും പിടിക്കില്ല. പള്ളിരെ ഇമാമിരൊട്ടികമ ഖത്തീബിരൊട്ടികമ കേട്ട് തെറ്റിക്കര് പിന്നെ അത് ഉറപ്പ്. അത്രത്തോളം ഗഫലത്തിലെത്തിക്കര് മനുഷ്യന്മാർ ജീവിക്കരുത്. അല്ല ചെല്ലത് അങ്ങനത്തെ ആൾമാർ ഒരിക്കലും അങ്ങ് ബിയരിക്കരുതേ വേണ്ട. അങ്ങനെ ആരോഗ്യ അങ്ങനെ സമ്പത്ത് അങ്ങനെ ആയുസ് അങ്ങനെ ലൈഫിൽ കഴിഞ്ഞു പോകേണ്ടതായ അങ്ങനെ ടൈം അതെനിക്ക് ബെറ്റർ ചെന്ന് ബിയരിക്കണ്ട. അങ്ങനെ സമയ തീന പോലമേ അങ്ങനെ ആരോഗ്യ തീന പോലമേ അങ്ങനെ ആയുസ് തീന പോലമേ അതേപോലെ അങ്ങനെ ദോഷവും ഏറായുണ്ടുണ്ട്. വലഹും അദാബും മുഹീൻ അങ്ക് ബേസത്തായിട്ട് നിലക്കുള്ളതായ അപമാനത്തിലുള്ളതായ അള്ളാഹുരെ കഠിനമായിട്ടുള്ളതായ അദാബൈത്തിക്കറ് പനിഷ്മെൻ്റ് ആയിത്തിക്കറ്. അതുകൊണ്ട് സഹോദരന്മാരെ എപ്പോഴും ഞങ്ങൾ ചിന്തിക്കണമായിട്ടുള്ളൊരു വിഷയത്തിക്കറ് ഏത് സമയത്തും ഈ ആരോഗ്യ നിലനിൽക്കു ചൊല്ലുക സാധ്യമല്ല. ഇന്നലെ ഒരു മരണ വാർത്ത ഞങ്ങൾ കേട്ട അബുദാബി എയർപോർട്ടിക്ക് ಬಂದು എത്തിത്ത് സ്വന്തം രായത്തിക്ക് പറകുബേനായിട്ട് എല്ലവും റെഡി ആയിട്ട് ഫ്ലൈറ്റിക്ക് 19 എത്തിക്കറ് ഒരു ചെറുപ്പക്കാര മരണപ്പെട്ടത് കാസർഗോഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇത് എത്തിക്കുന്ന മരണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈർ തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പിർസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ, ചെന്നതായ കാര്യ ഗൗരവമായിട്ട് നിങ്ങൾ കണക്കിലെടുക്കണം. കേവല കേട്ടെങ്കിലും അയ്യാവല ഈ ചെല്ലതായ നാണും കേട്ടതായ നിങ്ങവും ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ടുള്ള പ്രയത്നത്തിൽ ഞങ്ങൾ വേണം. കാരണം എന്താ വെച്ചെന്നെങ്കിൽ ഏത് സമയത്തും അള്ളാഹു ഞങ്ങളെ തിരിച്ച് വിളിക്കുക. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിലെത്തിക്കറ് ഏത് പക്കത്തിലെത്തിക്കറ് നിങ്ങൾ മരിച്ചിട്ട് പോൽറെ ചെന്ന് നിങ്ങൾക്കത് പിടിയില്ല. അത് അദൃശ്യമായിട്ടുള്ള വിഷയത്തിക്കറ് അതിലെ ജ്ഞാന അള്ളാഹുരെ പക്കല്ല് മാത്രമായിത്തിക്കറ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ലുക്മാനിൽ അള്ളാഹു തആല ചെന്നതായിത്തിക്കറ്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളൊട്ടിಗೆ പ്രാമിസാക്കിയിട്ടുള്ളതായ കുറെ കാര്യമുണ്ട്. അത് ഖണ്ഡിതമായും അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് തന്നേ തീർക്കറ. അത് ഞങ്ങൾക്ക് നേടിയെടുക്കുക സാധിക്കണം. അവനായിത്തിക്കറ ഏറ്റവും വലിയതായ ഭാഗ്യವಂತ നസീബുള്ളവನು അവನಾയിത്തിക്കറ.
അള്ളാഹു അവൻ്റെ അടിമക്ക് ദാസന്മാർക്ക് എന്തൈത്തിക്കർ അള്ളാഹു ചെന്നത്, എന്തൈത്തിക്കർ അള്ളാഹു വാഗ്ദാനക്കത് അതിരെ പടച്ച റബ്ബിൽ നിന്ന് നേടിയെടുക്കുള്ളതായ ഭാഗ്യ സൗഭാഗ്യ ആർക്ക് കിട്ടിയത് അങ്ങൈത്തിക്രാറ് നസീബുള്ളങ്ങ. എത്ര എത്ര സംഭവ ഖുർആനിൽ നിങ്ങൾ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ 40-ാമത്തെ അധ്യായ സൂറത്ത് ഗാഫിർ അല്ലാഹു തആല ചെല്ലുക, വഖാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങളൊട്ടിಗೆ ചെന്ന ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ നന്നൊട്ടിಗೆ ദ്വാരക്കോರು, നന്നൊട്ടിಗೆ നിങ്ങൾ പ്രാർത്ഥിക്കോರು, നന്നെ വിളിച്ചിട്ട് തേടോರು, ನಾನು ಅಸ್ತಜಿಬು ಲക്കും, ನಿಂಗೆ ನಾನು ಉತ್ತರ ತಂತೆ ತೀರುವೆ. ನೋಕೋರು, ಇದು ಅಲ್ಲಾಹು ഞങ്ങളൊട്ടിಗೆ ആക്കിയ വാഗ്ദാന ചിക്കർ. പടച്ചറബ വാഗ്ദാനത്തിനെ പൂർത്തീകരിക്കുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് എടുത്തിട്ട് അല്ലാഹു അല്ലാത്ത തങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നന്ദിക്കേട് കാണിച്ചിട്ട് ജീവിച്ചേണ്ടെങ്കിൽ, അഹങ്കാരത്തിൽ ജീവിച്ചേണ്ടെങ്കിൽ ജഹന്നമു ചെല്ലുന്നതായ അതിഭയാനകമായിട്ടുള്ളതായ കടുപ്പമേറിയതായ പനിഷ്മെന്റ് അധികരിച്ചതായ നരകത്തിൽ അപമാനമായ നിലക്ക് കടക്കേണ്ടി വരും. അല്ലാഹു തആല ചെന്ന അതേ ആയത്തിൽ ಇನ್ನೊರಾಯത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലു നോക്കൂ. അല്ലാഹുവിന്റെ വാഗ്ദാന 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറ 152-ാമത്തെ ആയത്ത്, ഫദ്കുറുനി അദ്കുറുക്കും, നിങ്ങൾ നന്നെ ನೆನಪಾಕೋರು, നന്നെ നിങ്ങൾ സ്മരിക്കോರು, അദ്കുറുക്കും, ಖಂಡಿತമായും ഞാൻ നിങ്ങളെ ನೆನಪಾക്കിത്തേ തീരുവേ. നിങ്ങൾ നന്നെ ನೆನಪಾക്കിയെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഏത് സന്ദർഭത്തിലും ഞാൻ നിങ്ങളെ ನೆನಪಾക്കുവേ. ഒരു മനുഷ്യരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ എപ്പയറ്റിക്കർ അവൻ്റെ ലൈഫിലു ഈ ഭൂമി ലോകത്തിൽ നിന്ന് അവൻ്റെ ആയുസ് തീരുന്നതിന് മുന്നല്ലോ, സക്കറാത്തിൽ മൗത്ത് എത്തുന്നതിന് മുന്നല്ലോ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി സമയമായിത്തിക്കർ മരിക്കുന്നതായ സന്ദർഭ, മലക്കുൽ മൗത്ത് അവൻ്റെ മുട്ട ബണ്ടതായ സന്ദർഭ അള്ളാഹുരെ തീരുമാന പ്രಕಾರ ഞങ്ങൾ അള്ളാഹുരെ ನೆನಪಾക്കിയെങ്കിൽ അള്ളാഹ് തിക്കറ് ചെല്ലുന്നത് അത് കുറുക്കും, നിങ്ങളെ നാണ് ನೆನಪಾക്കുവേ. സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിത്ത് മുഅ്മിനായിട്ട് അള്ളാഹുരെ തൃപ്തിയിലായിട്ട് മരിക്കുക സാധിക്കും. വഷ്കുറുലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് ശുക്രാക്കോರು, ഒരിക്കലും നിങ്ങൾ നന്ദികേട് കാണിച്ചിരണ്ട. ഇനി നിങ്ങൾ നോക്കോರು, അള്ളാഹുരെ വാഗ്ദാന വിശുദ്ധ ഖുർആൻ 14-ാമത്തെ അധ്യായ സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചെന്ന വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളെ റബ്ബു നിങ്ങൾക്ക് ഗ്യാരണ്ടി തണ്ട, നിങ്ങളെ റബ്ബു നിങ്ങൾക്ക് അറിയിച്ച് തണ്ട എന്തായിത്തിക്കറ്, ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നക്ക് ശുക്റാക്കിയെങ്കിൽ, നിങ്ങൾ ശുക്റാക്കിയെങ്കിൽ ലഅസീദന്നക്കും, ഇനിയും നിങ്ങൾക്ക് യാരാക്കിട്ട് തരുവേ. നിങ്ങൾ അല്ലാഹു തന്നതുക്ക് പടച്ച റബ്ബുരെ ನೆನಪಾക്കിത്ത് ജീവിതത്തിലെ സദാ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ, നാണ് എൻ്റെ ഉമ്മരെ ഗർഭാശയത്തിൽ നന്റെ റബ്ബു നന്നെ വളർത്തിയ നക്ക് റിസ്ക് തന്ന അന്ന് ഞാൻ എന്തു ഇല്ല ദുർബലനായിത്തിക്കരെ, എന്നിട്ട് ಅದಕ್ಕೆ ಬೇನമായിട്ടുള്ള ഓക്സിജൻ ആ ഗർഭാശയത്തിലെ ഇരുട്ടറയിൽ നന്റെ റബ്ബു നക്ക് തന്ന, ഫിൽട്ടർ ആയിട്ടുള്ള ഭക്ഷണം തന്ന, പാനീയ തന്ന, അല്ലാഹ് ഉദ്ദേശിച്ച സമയത്ത് ഉമ്മരെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന ആ സന്ദർഭത്തിൽ ഖുലിഖൽ ഇൻസാനു ലൈഫ, ദുർബലനായ നിലക്ക് എന്തു ഇല്ല, എല്ലാം നന്റെ റബ്ബു തന്ന, എല്ലാം നന്റെ റബ്ബു തന്ന. അൽഹംദുലില്ലാ, അല്ല തന്ന ആരോഗ്യത്തിനെയും അല്ല തന്നതായ സമ്പത്തിനെയും അല്ല തന്നതായ സമയത്തിനെയും അല്ലാഹുക്ക് ശുക്റാക്കിയെങ്കിൽ അല്ല ചെല്ലുന്നത് ഇനിയും യാരെ തരുവേ ഫിദ്ദുനിയ വല്ലാഖിറ, ദുനിയാവിലും മാത്രമല്ല ആഖിറത്തിലും. അതിരെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണ്ട് വലയിൻ കഫർത്തും, അതല്ല ശുക്റാക്കുന്നതിന് ബദൽ നന്ദികേട് കാണിച്ചിട്ടെങ്കിൽ നെനപ്പാക്കിലോറോ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായിട്ടും എൻ്റെ അദാബ് കടുപ്പമായി തിക്കറ്, ഒരു മുലാജ ഇല്ലേ, ഒരു റെക്കമെൻഡും നാണ് സ്വീകരിക്കലേ. അല്ലാഹു തആല ചെന്നതയച്ചിക്കർ. ഇനിയും അല്ലാഹുവിന്റെ വാഗ്ദാനം നിങ്ങൾക്കൊരു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനം എന്തയച്ചിക്കർ, വമാ കാന അല്ലാഹു
മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിന്റെ അടിമ, നിന്റെ ദാസന്മാർ അങ്ങ് ഇസ്തിഗ്ഫാർ ആക്കേണ്ട ഇസ്തിഗ്ഫാർ അല്ലാഹുക്ക് ചെമ്മ ഇഷ്ടമുള്ള ഒരു കാര്യം എത്തിക്കരുത്. ചെമ്മ റബ്ബ് ഇഷ്ടപ്പെട്ടത്, സന്തോഷിക്കരുത്. മലായിക്കത്തിനെ വിളിച്ചിട്ട് ജിബ്രീലിനെ വിളിച്ചിട്ട് റബ്ബു തആല ചില ഇസ്തിഗ്ഫാർ ആക്കിയങ്ങളെ പ്രശംസയ്ക്ക് നിന്റെ അടിമ നിന്റെ ഒട്ടിಗೆ ഇസ്തിഗ്ഫാർ ആക്കുമ്പോഴത്തേക്കോ അല്ലാഹു ചില വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അങ്ങ് ഇസ്തിഗ്ഫാർ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കോ ഒരിക്കലും അങ്ക് ನಾನು പനിഷ്മെന്റ് കൊടുക്കലെ, നിന്റെ അദാബിനെ ನಾನು ഇറക്കലെ, അങ്ങനെ ನಾನು ശിക്ഷിക്കലെ. ഞങ്ങളൊട്ടിಗೆ ഞങ്ങളെ റബ്ബ് കാട്ടതായ റഹ്മ നിങ്ങൾ നോക്കോർ. സഹോദരന്മാരെ, ഇത് ഖുർആനിൽ നിന്നെത്തും. ഖുർആനിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അശ്രദ്ധയിൽ ഗഫ്ലത്തിൽ ജീവിച്ചിട്ട് മങ്ങില് വരുമ്പോഴത്തേക്കു, എൻഗേജ്മെന്റ് വരുമ്പോഴത്തേക്കു, ഫംഗ്ഷൻക്ക് മാത്ര മാദത്തെ കണക്ക് കൂട്ടിയിട്ട് നോമ്പ് വരുമ്പോഴത്തേക്കു, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു നല്ല നാൾ വരുമ്പോഴത്തേക്കു തിങ്ങലരെയും മാദത്തിനെ കണക്ക് കൂട്ടിയത് കൊണ്ടിട്ട് കാര്യമില്ല. ജീവിതത്തിലെ പരിവർത്തനാക്കൂ, നന്നാവൂ, സുധുറാക്കൂ, മുന്നോളത്തെ കാട്ട് ഹൈറായിട്ട് ബെറ്ററായിട്ട് ജീവിക്കൂ കൂടിയായിട്ടിക്കര്. അള്ളാഹു ഞങ്ങൾക്ക് പുതിയ ഒരു ഹിജ്റ വർഷത്തെ തന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെമ്മ ആൽമാർ ദ്വാരക്കുക ഏൽപ്പിച്ചങ്ങ ഉള്ളാർ. ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിക്ക് എത്തിത്ത് മരണത്തിന് പ്രതീക്ഷിക്കുന്ന ആൽമാർ ഉള്ളാർ. അള്ളാഹുവേ നീ ശിഫ കൊടു റബ്ബേ. നീ ഞങ്ങൾക്ക് നിൻ്റെ കാരുണ്യ കൊണ്ടിട്ട് നീ ഷാഫി ആയിത്തിക്കറല്ല. പരിപൂർണമായിട്ടുള്ള ആജിലായിട്ടുള്ള ശിഫ നീ കൊടുല്ല. നിന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നിസാരമായിട്ടുള്ള വിഷയത്തിക്കറ്. അതേപോലെ 4 വയസ്സിലെ ഒരു കിടാവുക ബ്ലഡ് ക്യാൻസർ നിങ്ങൾ നോക്കോറു. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹുവെ പരിപൂർണമായ ആജിലായിട്ടുള്ള ശിഫ ആ പിഞ്ചോമന പൈതൽക്ക് നീ കൊടുത്തു അനുഗ്രഹിക്കല്ല. അതേപോലെ ഇത്തരത്തിലെ സഹോദരന്മാർ നാനനംതര പ്രയാസങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിലുള്ള ആൾമാരുള്ളാർ. ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, അള്ളാഹു എല്ലാവർക്കും നീ ആഫിയത്ത് കൊടു റബ്ബേ, ആരോഗ്യം നീ കൊടു റബ്ബേ. നീ കൊടുത്തതായ ആരോഗ്യത്തിന് നിൻ്റെ തൃപ്തിയിലായിട്ട് ജീവിക്കൂ. അങ്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് താ അല്ലാഹ്. അള്ളാഹു ഞങ്ങളെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയേ ഞങ്ങളെ സഹോദരിമാർ സഹോദരന്മാരുള്ളാർ. അള്ളാഹു ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടു റബ്ബേ. ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ ഉള്ളതായ തൗഫീക്ക് നീ താ അല്ലാഹ്. അള്ളാഹുവെ മുസ്ലിമീങ്ങ ലോകത്തിലെ നാനാഭാഗത്തിൽ പ്രതിസന്ധിയിലും പ്രയാസത്തിലെത്തിക്കാർ. അള്ളാഹുവെ നീ സാഹിക്ക് റബ്ബേ. നിൻ്റെ കാരുണ്യത്തിന് നീ അള്ളാഹുവേ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾമാരെ തന്ത്രത്തിനെയും നീ പരാജയപ്പെടുത്തല്ല. എത്രമാ നിരപരാധിയായിട്ടുള്ള ആൾമാർ അങ്ങ് ഒരു തപ്പുമാക്കാത്ത കാരണത്തിൽ നിരപരാധിയായ നിലക്ക് ജയിലിലുള്ളതായ ആൾമാരുള്ളാർ. ഞങ്ങളെ കുടുംബ ഞങ്ങളെ പെഞ്ഞായി മക്ക കണ്ണീര് തന്നെയെടുത്തുകൊണ്ടുള്ളാർ. അള്ളാഹുവേ എത്രയും വേഗ ആ ജയിലിൽ നിന്ന് മോചിതരായിട്ട് ഞങ്ങളെ കുടുംബത്തൊട്ടിക കൂടെയുള്ള തൗഫീക്ക് നീ കൊടുത്തു അനുഗ്രഹിക്കല്ല. ഹറാമിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സലാമത്താക്കല്ല. ഞങ്ങളെല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കല്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്നാ ഇത്തിബാഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.